Application of genetic engineering, gene therapy. Gene therapy is the last application of genetic engineering we are going to study. So what is gene therapy? The gene therapy is the treatment of genetic diseases by introducing proper genes into patient cell is called gene therapy. You know, genetic diseases are caused due to the defective genes. So the defective genes are replaced by proper genes by genetic engineering in gene therapy. So the genes which are used to replace the defective genes are called remedial genes. ഇപ്പോൾ ജീൻ തെറാപ്പിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗിലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ ലാസ്റ്റ് ആപ്ലിക്കേഷനാണ് ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി എന്താണ്? ജെനറ്റിക് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെനറ്റിക് ഡിസീസസ് ഉണ്ടാകാനുള്ള കാരണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസാണ് ജെനറ്റിക് ഡിസീസസ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ജീൻസിനെ പ്രോപ്പറായിട്ടുള്ള ജീൻസ് അല്ലെങ്കിൽ റെമഡിയൽ ജീൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ ഒരു ഡിഫക്റ്റീവ് ജീൻ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം പ്രോപ്പറായിട്ടുള്ള ജീനിനെ അവിടെ വെച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജെനറ്റിക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജീൻസിനെ പറയുന്ന പേരാണ് റെമഡിയൽ ജീൻസ് എന്ന് പറയുന്നത്. So there are mainly two types of gene therapy, somatic gene therapy and germline gene therapy. In the case of somatic gene therapy, the somatic gene therapy is done in somatic cells of the patient, whereas in the germline gene therapy is done in the germ cells of the patient or the cells which are involved in sexual reproduction like sperm or egg. And the germline gene therapy can be passed to the next generation. It is heritable. So there are mainly two types of gene therapy, that is somatic gene therapy and germline gene therapy. The somatic gene therapy is done in somatic cells and it is not heritable, whereas the germline gene therapy is done in reproductive cells like sperms and eggs, and it is heritable and can be passed from one generation to another. ഇപ്പോൾ രണ്ട് ടൈപ്പ് ജീൻ തെറാപ്പിയാണുള്ളത്, സൊമാറ്റിക് ജീൻ തെറാപ്പിയും ജേം ലൈൻ ജീൻ തെറാപ്പി. ഇപ്പോൾ സൊമാറ്റിക് ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ സൊമാറ്റിക് സെൽസിൽ അതായത് ബോഡി സെൽസിൽ നടത്തുന്ന ജീൻ തെറാപ്പിയാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്, സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ജേം ലൈൻ ജീൻ തെറാപ്പി, അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ്, അതായത് സ്പേംസിലും എഗ്സിലും ഒക്കെ നടത്തുന്ന ജീൻ തെറാപ്പിയാണ് ജേം ലൈൻ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ജേം ലൈൻ ജീൻ തെറാപ്പി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഹെറിറ്റബിൾ ആണ്. So there are two approaches in gene therapy, that they are ex vivo gene therapy and in vivo gene therapy. In the case of ex vivo gene therapy, the cells are modified outside the body and then transplanted back again, whereas in the case of in vivo gene therapy, the genes are changed in the cells when the cells are still in the body. അപ്പോൾ രണ്ട് അപ്രോച്ചസ് ആണ് ജീൻ തെറാപ്പിക്ക് ഉള്ളത്. ഒന്ന് എക്സ് വിവോവും രണ്ടാമത്തത് ഇൻ വിവോ. എക്സ് വിവോ എന്ന് വെച്ചാൽ പുറത്ത്, ഇൻ വിവോ എന്ന് വെച്ചാൽ ഉള്ളിൽ. അപ്പോൾ സെൽസിനെ പുറത്തേക്ക് എടുത്തിട്ട് ജീൻ തെറാപ്പി നടത്തിയിട്ട് പിന്നെയും ആ സെൽസിനെ ബോഡിയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ് വിവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ പുറത്തെടുത്തിട്ട് ജീൻ തെറാപ്പി നടത്തിയിട്ട് പിന്നെയും ആ സെൽസിനെ ബോഡിയിലേക്ക് കൊടുക്കും. അതാണ് എക്സ് വിവോ ജീൻ തെറാപ്പി. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻ വിവോ ജീൻ തെറാപ്പി, അതായത് ബോഡീൻ്റെ ഉള്ളിൽ തന്നെ സെല്ലിനെ എന്ത് ചെയ്യും, ജീൻ തെറാപ്പി നടത്തും. അപ്പോൾ ഈ സെല്ല് ജീൻ തെറാപ്പി നടത്തുമ്പോൾ ബോഡീൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ എക്സ് വിവോ ജീൻ തെറാപ്പിൻ്റെ കേസിൽ ഡിഫക്റ്റീവ് സെല്ലിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ജീൻ തെറാപ്പി നടത്തി അതിനെ ശരിയാക്കിയിട്ടാണ് നമ്മൾ ബോഡിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതായത് പുറത്താണ് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുന്നത്, അതായത് ബോഡിയുടെ പുറത്താണ് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുന്നത്. പക്ഷേ ഇൻ വിവോ ജീൻ തെറാപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യും, ബോഡീൻ്റെ ഉള്ളിലുള്ള ഡിഫക്റ്റീവ് സെല്ലിൽ നമ്മൾ ജീൻ തെറാപ്പി ചെയ്യും, അതായത് പുറത്തേക്കൊന്നും എടുക്കാതെ തന്നെ ജീൻ തെറാപ്പി ചെയ്യും. Next we are going to discuss about the different types of somatic cell gene therapy. The different types of somatic cell gene therapy are embryo therapy, ex vivo therapy, in vivo therapy and antisense gene therapy. 4 ടൈപ്പ്
ജീൻ തെറാപ്പീസ് ആണ് സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എംബ്രിയോ തെറാപ്പി ഉണ്ട്, എക്സ് വിവോ തെറാപ്പി ഉണ്ട്, ഇൻ വിവോ തെറാപ്പി ഉണ്ട്, ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി. ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് somatic cell gene therapy is embryo therapy. As the name indicates, it is done in embryos. So the treatment of genetic disease by introducing a proper remedial gene into the cells of 2 to 10 days old embryo is called embryo therapy or fetal gene therapy. ഇപ്പോൾ 2 to 10 days old എംബ്രിയോയിലുള്ള ജെനറ്റിക് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 10 days ഓൾഡ് എംബ്രിയോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ജീൻ തെറാപ്പി ചെയ്യും. അതിനെയാണ് എംബ്രിയോ തെറാപ്പി എന്ന് പറയുന്നത്. ദി എഗ്സ് ആൻഡ് സ്പേംസ് വർ കളക്റ്റഡ് ഫ്രം പേഷ്യൻറ്റ് സഫറിങ് ഫ്രം, അതിൻ്റെ എക്സാമ്പിളാണ് സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ ജീൻ തെറാപ്പി. അപ്പോൾ എംബ്രിയോയിൽ ജീൻ തെറാപ്പി ചെയ്യുന്നതിനെയാണ് നമ്മൾ എംബ്രിയോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്സും സ്പേംസും, അതായത് പേഷ്യൻസിൽ നിന്ന് എഗ്സും സ്പേംസും കളക്ട് ചെയ്തിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യും, എന്നിട്ട് എംബ്രിയോ ഉണ്ടാക്കും. അപ്പോൾ 8 സെല്ലിൽ ഈ എംബ്രിയോ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരു സെല്ലെടുത്തിട്ട് അതിന് ജീൻ മാനിപ്പുലേഷൻ നടത്തും. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസിനുള്ള റെമഡിയൽ ജീന് ആ ഒരു എംബ്രിയോൻ്റെ സെല്ലിലേക്കൊക്കെ ഇൻസേർട്ട് ചെയ്യുക പ്ലാസ്മിഡ് വഴി. എന്നിട്ട് ആ എംബ്രിയോനെ നമ്മൾ വിമണിൻ്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എംബ്രിയോ തെറാപ്പിൻ്റെ എക്സാമ്പിളാണ് സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ എംബ്രിയോ തെറാപ്പി. അപ്പോൾ മെയിൽസിൽ നിന്നും ഫീമെയിൽ പേഷ്യൻറ്റിനും മെയിൽ പേഷ്യൻറ്റിൽ നമ്മൾ എന്ത് കളക്ട് ചെയ്യും, എംബ്രിയോ സ്പേമും എഗ്ഗും കളക്ട് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കും. അപ്പോൾ ഈ എംബ്രിയോ ഒരു 8 സെൽ സ്റ്റേജിലെത്തുമ്പോൾ, അതായത് എംബ്രിയോ ഡിവൈഡ് ചെയ്ത് ഒരു 8 സെൽ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഇതിലേക്ക് സിസ്റ്റിക് ഫൈബ്രോസിസിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ ജീന് ഒരു വെക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഈ ആർ ഡി എന്നെ നമ്മൾ എന്ത് ചെയ്യും, ആർ ഡി എന്നെ നമ്മൾ പിന്നെ ആർ ഡി എന്നിലെ എംബ്രിയോ നമ്മളെ ഒരു വിമൻ്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് സൊമാറ്റിക് ജീൻ തെറാപ്പിയാണ് എംബ്രിയോ തെറാപ്പി. അപ്പോൾ ഇവിടെ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് എംബ്രിയോയിലാണ് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ 2 to 10 days ഓൾഡ് എംബ്രിയോയിലാണ് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ എംബ്രിയോ തെറാപ്പി. ഇപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് പേഷ്യൻ്റ് മെയിലിനും ഫീമെയിലിനും നമ്മൾ സ്പേമും എഗ്ഗും കളക്ട് ചെയ്യും, എന്നിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കും. അപ്പോൾ എംബ്രിയോ ഡിവൈഡ് ചെയ്ത് ഒരു 8 സെൽ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഈ എംബ്രിയോയിലേക്ക് സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ റെമഡിയൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ എംബ്രിയോ ആണ് നമ്മൾ വിമൻ്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത്. Second type of somatic gene therapy is the ex vivo gene therapy. In this method, some cells are taken from an appropriate organ of a patient. Remedial gene is introduced into the cells and the cells are transplanted back into that organ. This is also known as transplantation or tissue grafting. Example is bone marrow transplantation. The severe combined immunodeficiency syndrome or SCID is a genetic disease in man due to the mutation in adenosine deaminase gene. The adenosine get accumulated in the blood and these substances are toxic to T cells and B cells. The sufferer dies within 3 years after birth. So the bone marrow transplantation is used to treat SCID and it can be done by the following method. So in the case of the second type of somatic cell gene therapy is the ex vivo somatic cell gene therapy. As the name indicates, ex means outside. So in the ex vivo gene therapy, the defective cells are taken outside the body and after outside the body or outside an organ, and the remedial genes are added. After that, these these cells containing remedial genes are reintroduced into or transplanted back into that organ. So in order to do ex vivo gene therapy, the organ the cells are isolated from the organs, or the defective cells are isolated from the organs. Remedial genes are added into that cell and these the cells containing remedial genes are transplanted back again to that organ. So it is also known as transplantation or tissue grafting. Example is the treatment of severe combined immunodeficiency syndrome
or SCID. So the SCID patients will have a mutation in their adenosine deaminase gene. This will lead to the immunodeficiency syndrome, which will lead to the SCID disease. As the the adenosine deaminase enzyme will degrade the adenosine. Due to the absence of adenosine deaminase gene, or due to the mutation in adenosine deaminase gene, the adenosine deaminase will not be produced. As a result, the adenosine will get accumulated in the blood of the patient, which is toxic to the T and B cells. So bone marrow transplantation is used to treat SCID. ഇപ്പോൾ എക്സ് വിവോ ജീൻ തെറാപ്പിയാണ് രണ്ടാമത്തെ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി. ഇപ്പോൾ എക്സ് വിവോ, എക്സ് എന്ന് വെച്ചാൽ പുറത്ത്. ഇപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെല്ലിനെ നമ്മൾ ആദ്യം ഓർഗനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ റെമഡിയൽ ജീന് ആ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെമഡിയൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ സെല്ല് നമ്മൾ പിന്നെയും തിരിച്ച് ഓർഗനിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ ഗ്രാഫ്റ്റിംഗ് എന്നും കൂടി പറയും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് സ്കിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ സ്കിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജീൻ തെറാപ്പിയാണ്. സ്കിഡ് എന്ന് പറഞ്ഞാൽ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ്. ഇപ്പോൾ ഇതുണ്ടാകാനുള്ള കാരണം, സ്കിഡ് ഉണ്ടാകാനുള്ള കാരണം അഡിനോസിൻ ഡിഅമിനേസ് ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് സ്കിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അഡിനോസിൻ ഡിഅമിനേസ് ജീനിന് അല്ലെങ്കിൽ ADA ജീനിൽ മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവില്ല. ഈ അഡിനോസിൻ ഡിഅമിനേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിലുള്ള അഡിനോസിന് എന്ത് ചെയ്യും? ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അഡിനോസിൻ ഡിഅമിനേസ് ആണ് അഡിനോസിനെ ഡീഗ്രേഡ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടത്. പക്ഷേ അഡിനോസിൻ ഡിഅമിനേസിൻ്റെ ആബ്സെൻസ് കാരണം ബ്ലഡിൽ അഡിനോസിൻ അക്യുമുലേറ്റ് ചെയ്യും. അതെന്തിന് കാരണമാവും? അത് ടോക്സിക് ആണ്. അത് T സെൽസിനും B സെൽസിനും ടോക്സിക് ആണ്. അപ്പോൾ അത് T സെൽസിനും B സെൽസിനും കില്ല് ചെയ്യും. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി ലോവർ ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എ സ്മോൾ പീസ് ഓഫ് ബോൺ മാരോ is taken from the patient's bone suffering from SCID. The marrow is massacred and cultured, and murine leukemia virus, a retrovirus, is allowed to infect a mouse cell line. By reverse transcription, the RNA produces duplex DNA called proviral DNA. The proviral DNA is isolated from the mouse cells, and the remedial gene, adenosine deaminase gene, is inserted near the vector to construct rDNA. The mouse cells in a culture are treated with rDNA to uptake it. The infested mouse cells are again infected with helper virus. The virus particles are isolated from infested cells and allowed to infect T cells associated with the isolated from marrow cells. The successful cells are transferred back into the marrow of patient's bone. So first, this kid is treated with bone marrow transplantation. In order to do that, first we have to isolate the bone marrow from the bone of the patient. Next, the bone marrow cells is cultured. In the third step, a proviral DNA is constructed by using murine leukemia virus. The proviral DNA is isolated from mouse cells, and a remedial gene, that is adenosine deaminase gene, is inserted into the rDNA. The mouse cells culture is treated with rDNA to uptake it. Then these virus particles are isolated from the mouse cells and allowed to infect T cells, and these infected T cells containing ADA gene is isolated from marrow cells, and it is transferred to the marrow of patient's bone. അപ്പം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് സ്കിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ആദ്യം തന്നെ ബോൺ മാരോ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ ബോൺ എടുക്കും, സ്കിഡുള്ള പേഷ്യൻറ്റിൻ്റെ ബോൺ എടുക്കും, അതിൽ നിന്ന് മാരോ സെൽസ് നമ്മൾ കൾച്ചർ ചെയ്യും. ഇനി ഒരു മ്യൂറിൻ ലുക്കീമിയ വൈറസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളൊരു പ്രോവൈറൽ DNA കൺസ്ട്രക്ട് ചെയ്യും. ഈ പ്രോവൈറൽ DNA നമ്മളൊരു മൗസ് സെൽ ലൈനിനെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ മൗസ് സെൽ ലൈനിനെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മൗസ് സെൽ ലൈനിൽ നമ്മൾ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് ആ വൈറസിനെ കൊണ്ട് നമ്മൾ T സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫെക്റ്റ് ചെയ്ത T സെൽസിലേക്ക് എന്ത് വരും? റെമഡിയൽ ജീനായ ADA കിട്ടും.
എന്നിട്ട് ആ ADA ജീനുള്ള T cells ആണ് നമ്മൾ ബോൺ മാരോയിലേക്ക് കൊടുക്കുന്നത്. The third type of somatic cell gene therapy is in vivo gene therapy. In vivo means inside. The direct delivery of a remedial gene into proper organ of the patient to correct the genetic defect is called in vivo gene therapy. So in the in vivo gene therapy, we directly deliver the remedial gene into the cells that is present inside the body. It is less time consuming and easy to perform, and the adenovirus, herpes simplex virus are used as gene delivery system. So in the third type of somatic cell gene therapy is in vivo gene therapy. As the name indicates, it is done inside the body. So in order to perform the in vivo gene therapy, the remedial genes is delivered directly into the defective cells, and it is less time consuming and easy to perform. Adenovirus and herpes simplex virus is used as gene delivery system. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പിയാണ് ഇൻ വിവോ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി. ഇൻ വിവോ എന്ന് വെച്ചാൽ അകത്ത്, അതായത് ഡിഫക്റ്റീവ് സെൽസിനെ ഡയറക്റ്റ്ലി നമ്മൾ ട്രീറ്റ് ജീൻ തെറാപ്പി നടത്തുന്നതിനാണ് ഇൻ വിവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെൽസിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി റെമഡിയൽ ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ ഈസി ടു പെർഫോം ആണ്. അപ്പോൾ ഇതിന് ജീൻസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡിനോ വൈറസ് അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസിനെയാണ്. Next is antisense gene therapy. The last type of somatic cell gene therapy is the antisense gene therapy. The treatment of genetic disease by introducing the remedial gene that prevents the expression of specific defective gene is called antisense gene therapy or antisense therapy. അപ്പോൾ ഒരു റെമഡിയൽ ജീന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെൽസിലേക്ക്. അപ്പോൾ ആ റെമഡിയൽ ജീന് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ റെമഡിയൽ ജീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫക്റ്റീവ് ജീൻസിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യലാണ് റെമഡിയൽ ജീനിൻ്റെ ഫംഗ്ഷൻ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീൻ ഇൻഹിബിഷൻ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി. അതായത് റെമഡിയൽ ജീന് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യും. The defective gene in the patient cell produce mRNA by transcription. The mRNA gets translated into defective protein. An accumulation of these protein leads to genetic diseases. അപ്പോൾ ഒരു പേഴ്സണിൽ ഒരു ഡിഫക്റ്റീവ് ജീൻ ഉണ്ടെങ്കിൽ ആ ജീന് mRNA ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ക്രിപ്ഷൻ വഴി ആ mRNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജെനറ്റിക് ഡിസീസസിന് കാരണമാകും. So a single stranded oligonucleotide complementary to the probe, which is complementary to mRNA, binds with mRNA and form a mRNA DNA hybrid. The DNA strand block the translation and they are called antisense DNA. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള mRNA എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോബ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പ്രോബ് പോയിട്ട് mRNA ബൈൻഡ് ചെയ്യും. അപ്പോൾ DNA പ്രോബ് ആയിരിക്കും. DNA പ്രോബ് പോയിട്ട് mRNA ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് mRNA എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള mRNA ട്രാൻസ്ലേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ്? അതായത് റെമഡിയൽ ജീന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ റെമഡിയൽ ജീൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് ജീനിൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യാം. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീന് ഡിഫക്റ്റീവ് ആയിട്ടുള്ള mRNA ഉണ്ടാക്കും. ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള mRNA ട്രാൻസ്ലേഷൻ വഴി എന്തുണ്ടാവും? ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫക്റ്റീവ് പ്രോട്ടീൻ്റെ അക്യുമുലേഷനാണ് ജെനറ്റിക് ഡിസീസസിന് കാരണമാകുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിന്തറ്റിക് ഒളിഗോന്യൂക്ലിയോടൈഡ് പ്രൈമേഴ്സ് അല്ലെങ്കിൽ DNA പ്രൈമേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഈ DNA പ്രൈമേഴ്സ് ഈ ഡിഫക്റ്റീവ് mRNA ബൈൻഡ് ചെയ്തിട്ട് ആ mRNA ട്രാൻസ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിഫക്റ്റീവ് ജീൻ്റെ എക്സ്പ്രഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജീൻ തെറാപ്പി നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. The gene therapy for cancer treatment includes inhibition of oncogene or replacement of tumor suppressor gene or killing cancer cell. അപ്പോൾ ജീൻ തെറാപ്പി വഴി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇൻഹിബിഷൻ ഓഫ് ഓങ്കോജീൻ, അതായത്
ഓങ്കോജീനിൻ്റെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി പഠിച്ചിട്ടില്ല, അപ്പോൾ അതേപോലെ തന്നെ ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി ചെയ്തിട്ട് നമ്മൾ ഓങ്കോജീനിൻ്റെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ട്യൂമർ സപ്രസർ ജീനിനെ നമ്മൾ എന്ത് ചെയ്യുക, റെമഡിയൽ ജീൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. പിന്നെ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാനുള്ള മെക്കാനിസം നോക്കുക. ഇതാണ് ജീൻ തെറാപ്പി. അപ്പം ജീൻ തെറാപ്പി എന്താണെന്ന് പറയണം. പിന്നെ 2 ടൈപ്പ്, സൊമാറ്റിക് ഉണ്ട്, ജേം ലൈൻ ഉണ്ട്. സൊമാറ്റിക്കിൽ തന്നെ 4 മെത്തേഡ്സ് ഉണ്ട്. അത് പറഞ്ഞാലാണ് ജീൻ തെറാപ്പി കംപ്ലീറ്റഡ് ആവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു വശം ഷോർട്ട് എസ്സേക്ക് ചോദിച്ചതാണ്.